Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. ഫിഷ് കറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു കഥ പിന്നിലുണ്ട്. എന്നാന്ന് വെച്ചാൽ ഏട്ടനൊരു തമിഴ് പടം വർക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഏട്ടൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ വൈഫ് ഏട്ടന് ചെയ്തു കൊടുത്ത ഒരു മീൻകറിയാണ്. അപ്പോൾ ഏട്ടന് പറയുന്നത് വെച്ചാൽ അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു ഇച്ചിരി വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ജീരകപ്പൊടി ഇടുന്നുണ്ട്, ഉലുവാപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. ജീരകപ്പൊടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമായിട്ട്. മറ്റേതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതെന്നാന്നുള്ളത് നമ്മൾ വെച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇനി പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ രീതിക്കാ മാറ്റം, അല്ലാതെ പിന്നെ ചേർക്കുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫ്ലേവർ മാറുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ ഇരിക്കുവേ, പക്ഷെ ചേർക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും കറിക്ക് വ്യത്യാസമുണ്ട്, ആ രുചിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇതിനകത്തൊരു വ്യത്യാസം ഞാൻ കണ്ടേക്കുന്നത്, നമ്മൾ സാധാരണ മീൻകറിയിൽ എന്നാ ചേർക്കുന്നത്, ചെറിയ ഉള്ളിയല്ലേ, അന്നേരം ഇതിനകത്ത് കുറച്ച് സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ആസ് യൂഷ്വൽ എല്ലാ കറികൾക്കും ചേർക്കുന്ന പോലെ മീൻകറിയിൽ ഒരു അല്പം കടുക്, പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരച്ചതാ. ഇത് അരച്ച് ചേർക്കാൻ കാര്യം എന്നാണെന്നറിയാവോ, കുറച്ച് കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ടാണ്. അതല്ല അരിഞ്ഞ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാ, അല്ലെങ്കിൽ അരിഞ്ഞതോ ഏതായാലും മതി. പിന്നെ ഉള്ളത് ഒരു വലിയ സവാള, അല്ലെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് ഒരു സവാള ആയാലും മതി. ഒരു സവാള ഒരുപാട് കൂടിപ്പോയാൽ മതിരിക്കും. അതുകൊണ്ട് സവാളയുടെ രുചി അധികം കൂട്ടണ്ട. ഇതിന് പകരം ചെറിയ ഉള്ളി ഇടണമെന്ന് തോന്നിയാൽ അതും ചെയ്യാം. പിന്നെ വേണ്ടിയത് പൊടികളെല്ലാം നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതൊരു മുഴുത്ത തക്കാളി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് 2 തക്കാളി. ഇത് കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇതിൻ്റെ പുളി അനുസരിച്ച്, അതായത് ഒരുപാട് എടുക്കുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയും കൂടെ ചേർത്തതാ. തക്കാളി ഒരുപാട് പഴുത്തതല്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി പുളിയുണ്ട്. ഇതെന്നാന്നറിയോ, നമ്മുടെ നല്ല പച്ച തേങ്ങ, ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചേക്കുക, നല്ല മഷി രൂപത്തിൽ. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ജീരകപ്പൊടി, ഇത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഇതൊക്കെ ഒരു പിഞ്ചേ ഇടത്തുള്ളൂ. ഇനിയിപ്പോൾ ഉലുവാപ്പൊടി ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ടേച്ചാലും മതി. ഇത് കുറച്ച് മീൻ. ഇതിപ്പോൾ ഇന്ന കഷ്ണം മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീനായാലും ഇതിന് ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും കരുതുന്ന തന്നെ നല്ല കഷ്ണം കൊടുക്കണം, നല്ല മീൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെപ്പോഴും കഷ്ണമുള്ള മീനാണ് മേടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഇത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കണ്ടേ. അവർ ശരിക്കും എന്നോട് പറഞ്ഞു തന്നത് കടുകെണ്ണയാണ്. നമുക്കൊക്കെ ഇഷ്ടം വെളിച്ചെണ്ണയല്ലേ, അപ്പോൾ ഞാൻ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാവേ. ഇനി ചട്ടി ഒന്ന് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിടും. കടുകല്ല, ഉലുവ ഇഷ്ടമുണ്ടെങ്കിൽ ഉലുവ ഇടാം. ഇവിടെ ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് കടുകാണ്. കടുക് ഇട്ടേച്ച് മക്കി ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റുക. ഇനി മീൻകറി വെക്കുന്ന സമയത്തോ ഇറച്ചിക്കറി വെക്കുന്ന സമയത്തോ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സവാള ആന്നേലും ചെറിയ ഉള്ളി ആന്നേലും ഏത് മൂപ്പിക്കുവാന്നേലും നല്ല അസലായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയിൽ ആ സവാള അങ്ങനെ കിടക്കുന്ന കാണുകയില്ല. അതെല്ലാം നമ്മളൊന്ന് വഴറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ സവാള ത്രൂ ഔട്ട് ആ കറിയിൽ കാണും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ ഒരു കൊഴുത്ത കറി, ആ ചാറ് കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാമെങ്കിൽ ആ പറഞ്ഞ പ്രയാസം അങ്ങ് മാറിക്കിട്ടും. ഇനിയിപ്പോൾ എണ്ണ ചൂടായിട്ട് ഞാൻ കടുകിടുക. ആക്ച്വലി കടുക് പൊട്ടുന്നതിനും ഒരിതുണ്ട് കേട്ടോ. ആ കടുക് പൊട്ടിയാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഹോൾ കറിയിലേക്ക് വരത്തുള്ളൂ. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കടുക് പൊട്ടുന്ന സമയം പോലും ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ വീട്ടിലേക്ക് അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി അന്നേൽ എന്നെ അടുത്ത് നിന്നേച്ച് എപ്പോഴും ഇവിടെ എണ്ണയിൽ പണി എടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അമ്മച്ചി ഇങ്ങനെ എത്തി നോക്കി വെച്ച് പറയും, ആ കടുക് പൊട്ടിയിട്ട് ഇട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി എന്നെ ശീലിപ്പിച്ചാട്ടോ അത്. ഓക്കെ, കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ ഞാനൊരു ഇഞ്ചി അരച്ചതാണെങ്കിൽ ഒരു ശകലം മതി, ഒരുപാട് അതിൻ്റെ ഒരു കുത്തൽ വരണ്ട. അതിന് വരെ ഒരു 3/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി.
ഇതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂക്കണേ. എന്നാന്നോ ഇതെല്ലാം ആ കറിക്കകത്ത് ആ ഒരു കുത്തൽ വരും. വെളുത്തുള്ളിയുടെ ആയാലും ഇഞ്ചിയുടെ ആയാലും കടുകിൻ്റെ ആയാലും ഒക്കെ നമ്മളൊരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ ആ ഒരു കയ്പ്പ് രസം എത്രയായാലും മുന്നിട്ട് നിൽക്കും. ഇപ്പൊ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്തു. ഇനി ചേർക്കാൻ പോകുന്ന സവാളയാണേ. സവാള ആണെങ്കിൽ സവാള, അതല്ല ചെറിയ ഉള്ളി ആന്നേല് അങ്ങനെ ചേർക്കും. 1 കിലോ മീനിനൊക്കെ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു വലിയ സവാള ധാരാളം മതിയാവും. അപ്പം എൻ്റെ ഒരു പിടി കണക്കാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നേ. മതി. ഇതിനകത്തോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില. വഴറ്റാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വഴറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ സവാള മുഴുവനും ആ കറിയിൽ മുഴുവൻ ഇങ്ങനെ കടിക്കും. ഓക്കെ, നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ടു. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ആ ചേർക്കാനുള്ള പൊടിയെല്ലാം ചേർക്കാം. ഫസ്റ്റ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി. തീ കുറച്ചേക്കുക. തീ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ചട്ടിക്ക് ചൂട് കൂടുതലായതുകൊണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, ഒന്നല്ല ഒരു 1.5 സ്പൂൺ ഇടാം. കാശ്മീരി മുളക് പൊടി അടുത്ത ഞാൻ, അതല്ല നമുക്ക് സാധാ എരിവുള്ളതാ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഒന്നര ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ടപ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ആയിട്ട്. ഇനി ഇതൊന്ന് ആ ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ട്, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ പൊടി മൊരിയാൻ അധികം സമയമൊന്നും വേണ്ട. ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. ഇനി ഇതിനകത്തോട്ടാന്നു ഞാൻ കുറച്ച് തക്കാളി ഇടാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു വലിയ തക്കാളി എന്ന് വെച്ചോ, കാര്യം നമ്മൾ പുളിവെള്ളം കൂടെ ചേർക്കാനുള്ളതല്ലേ. നമ്മുടെ പൊടി ഒരു ഇച്ചിരി അധികം മൂത്ത് പോവാന്ന് തോന്നിയാൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ആ തക്കാളിയും കൂടെ ഒന്ന് മാഷാക്കി എടുക്കണേ. അപ്പൊ പൊടി ഒന്ന് വേവുകയും ചെയ്യും, തക്കാളിയും ഒന്ന് വെന്ത് കിട്ടും. തക്കാളി കണ്ടോ ഏകദേശം ഉടഞ്ഞു, നമ്മൾ ഒഴിച്ച എണ്ണ തെളിഞ്ഞു വന്നു. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് വെച്ച് കുറച്ച് പുളിവെള്ളം, അതായത് ഇത് വാളം പുളിയാ. നേരത്തെ തക്കാളി ചേർത്തായിരുന്നു, പുളി നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. പോരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഈ പുളിവെള്ളവും ഒഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചേർത്ത എണ്ണ ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അതധികം താമസം വരികയില്ല, വിത്തിൻ സെക്കൻഡ്സ് തന്നെ അതായിക്കോളും. കാര്യം നമ്മുടെ ചട്ടി നല്ല ചൂടാ. വേണ്ടേ, ഞാൻ പറഞ്ഞ പുറകെ തന്നെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്ത് മൂത്ത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിംറ്റം. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം എന്നാന്ന് വെച്ചാൽ നമുക്ക് മീൻ വേവാനുള്ള വെള്ളമാണ്. തേങ്ങ അരച്ച് ചേർക്കാനുണ്ട്. മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അത് നോക്കിയേച്ച് നമുക്ക് ചേർക്കാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, അതായത് അത്രയും മീനിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഇപ്പോൾ ഉപ്പായി, എരിവായി, പുളിയായി എല്ലാം ആയി. ഇനി മീനിൻ്റെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ അങ്ങ് ചേർക്കാം. മീൻ ചേർത്തതിന് ശേഷം ഒരു കൂടിപ്പോയൊരു മീൻ എന്നാ വേവുണ്ട് അല്ലേ, എത്ര നേരത്തെ വേവാ, ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങ അരച്ചതും കൂടെ ഇതിനകത്ത് ചേർക്കണം. തേങ്ങ അരച്ചത് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും ഒരു പിഞ്ച് ജീരകപ്പൊടിയും കൂടെ ചേർക്കണം. ഓക്കെ, നമ്മുടെ മീൻകറിയുടെ ഗ്രേവി തിളച്ചു. ഇനി ഞാൻ ഇതിനകത്തോട്ട് മീൻ ചേർക്കുക.
ഇതൊന്ന് എന്താ പറയുക, മീൻ ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങ അരച്ചതും ഉലുവയും ജീരകവും കൂടെ ചേർക്കണം. ഈ എന്താ പറയുക, അത് ഇപ്പം ചേർത്തൂടെന്ന് ചോദിച്ചാലില്ലേ, അത് ഞാൻ ചേർത്ത് നോക്കിയതാണ്. അപ്പോൾ ആ ഫ്ലേവർ കറക്റ്റായിട്ട് വന്നില്ല. ഇതൊരു പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ അരച്ചതും ഉലുവായും ജീരകവും കൂടെ ചേർത്തേച്ച് നല്ല ഫുൾ വേവിച്ച് അങ്ങ് വറ്റിച്ചെടുത്ത് നമ്മൾ ചേർത്ത എണ്ണ മുഴുവൻ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ മീനിന് വേവാൻ അധികം സമയം വേണ്ട. ഈ ഞാൻ വർത്താനം പറയുന്ന നേരം പോലും മതി മീനിന് അത്രയൊന്നും ആവാനായിട്ട്. ഇനി ഈ സെയിം സാധനം തേങ്ങ അരച്ച് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചും ചേർക്കാം. അതായത് ഇപ്പം ഞാൻ വെള്ളം ചേർത്ത സമയത്ത് 2ാം പാൽ ഒഴിക്കുക, തേങ്ങ അരച്ചത് ചേർക്കുന്ന സമയത്ത് 1ാം പാലും ചേർക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് തേങ്ങ ഭയങ്കര വില കൂടി നിൽക്കുന്ന സമയത്ത് തേങ്ങ ഒരുപാട് ഉപയോഗിച്ച് ഉള്ള ഇത് വരണ്ട. തേങ്ങ കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്താൽ കറിക്ക് കുറച്ച് കൊഴുപ്പും കിട്ടും, എന്താ പറയുക, തേങ്ങയും ലാഭിക്കാം. ഇപ്പം ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതിപ്പോൾ മീൻ നല്ലോണം വെട്ടി തിളച്ചു. മീൻ വേവാൻ അധികം നേരം വേണ്ട. പക്ഷേ നമ്മുടെ ആ പച്ച തേങ്ങയുടെ ഒരു പച്ച ചുവ മാറണമല്ലോ. ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ആ തേങ്ങയിലും വരണം അല്ലേ, അല്ലെങ്കിൽ അതിന് റോ ടേസ്റ്റ് വരും. അപ്പം ഇപ്പം ഞാൻ ആ തേങ്ങയും കൂടെ ചേർക്കാൻ പോവാ. ഒരു അരമുറി തേങ്ങ അത്ര മതി. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള് ജീരകപ്പൊടിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും. ഉലുവ ഒരുപാട് കൂടരുത്, കഴിക്കും. അതേപോലെ തന്നെയാണ് ജീരകവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാടൻ വിഭവം ചെയ്യാം വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ കറി നമ്മുടെ പ്രേക്ഷകർക്ക് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു വ്യത്യാസവും ഇല്ല അല്ലേ. ഒരു ചെറിയ ജീരകപ്പൊടി മാത്രമേ ചേരുന്നുള്ളൂ. മറ്റേത് ഉലുവ പൊട്ടിക്കും, കടുകിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സവാളയ്ക്ക് വരും, ചെറിയ ഉള്ളി വഴറ്റും, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തേച്ച് ഈ ഒരു കറി വെച്ച് നോക്കിയേ, നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റേ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ചേർത്തല ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേർത്തല എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ മീനിൻ്റെ വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അതായത് ടേസ്റ്റിനായാലും ശരി, ഈ പറഞ്ഞ പോലെ വെറൈറ്റിയിലായാലും ശരി, ഒത്തിരിയാണ്. അപ്പോൾ അത് എപ്പോഴും കഴിച്ച് ശീലിച്ചിരുന്ന ഒരു വ്യത്യാസമായിട്ടൊരു ടേസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലെ സെയിം ആണ്. ഒരു വ്യത്യാസം ജീരകപ്പൊടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടൊരു മീൻകറി നമ്മുടെ വീട്ടിലേക്കും നമുക്ക് ചെയ്യാൻ നോക്കും.